കടുവ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ച മലപ്പുറം കാളികാവിൽ കുംകിയാനകളെ എത്തിച്ചു. കടുവയെ പിടികൂടുന്നതിനായി വയനാട് മുത്തങ്ങിൽ നിന്നാണ് 2 കുംകികളെ എത്തിച്ചത്. കെ.ടി. സ്വാലിഹ് വിവരങ്ങൾ നൽകും. നിലമ്പൂർ കാളികാവ് കല്ലാമൂല സ്വദേശി അബ്ദുൽ ഗഫൂറാണ് ഇന്ന് രാവിലെ ടാപ്പിംഗിന് പോയപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കടുവ കടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നയാളാണ് സംശയം തോന്നി പുറത്ത് വിവരമറിയിക്കുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ വനംവകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് മൃതദേഹം കണ്ടത്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ വനത്തിലേക്ക് മാറിയായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. കഴുത്തിലാണ് കടുവയുടെ കടി ഏറ്റിട്ടുണ്ടായിരുന്നത്. പിന്നീട് മൃതദേഹം കൊണ്ടുവരുമ്പോൾ നാട്ടുകാർ വലിയ പ്രതിഷേധം നടത്തി DFOയെ അരമണിക്കൂറോളം തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം പരാതി പറഞ്ഞിട്ടും വനം വകുപ്പ് കാര്യമായി ഇടപെട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. തുടർന്ന് നാട്ടുകാരുമായി ഇവരുടെ കുടുംബാംഗങ്ങളുമായെല്ലാം സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. വനം ഉദ്യോഗസ്ഥർ സംസാരിച്ചു. നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു 5 ലക്ഷം നാളെ രാവിലെ തന്നെ കൈമാറാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരിച്ച ഗഫൂറിന്റെ ആശ്രിതർക്ക് ഒരാൾക്ക് വനം വകുപ്പിൽ ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം ഈ കടുവയെ പിടികൂടുക എന്നതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. അതിനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വയനാട് നിന്ന് 2 കുങ്കിയാനകളെ, മുത്തങ്ങയിൽ നിന്ന് 2 കുങ്കിയാനകളെ നിലമ്പൂരിൽ എത്തിച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഈ 2 ആനകളെയും കാളികാവിലേക്ക് കൊണ്ടുപോകും. ഒപ്പം മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവുമായിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. രാവിലെയായിരിക്കും ഈ നടപടികളിലേക്കെല്ലാം കടക്കുക. അതോടൊപ്പം ഇന്ന് രാത്രി 25 നിരീക്ഷണ ക്യാമറകൾ ഈ പ്രദേശത്ത് സ്ഥാപിക്കുന്നുണ്ട്. ഒപ്പം കൂടും സ്ഥാപിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി ഇതിനെ പിടികൂടാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നാളെ തിരച്ചിൽ നടത്തി മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ശ്രമമായിരിക്കും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക.